ഹലോ ഗേയ്സ്, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോൾ പിറന്നാളിനാണ്. അതിൻ്റെ ചെറിയ പരിപാടിയായിട്ടൊന്നുമില്ല, കേക്കൊന്നും മുറിക്കുന്നില്ല. പായസം ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അതിന് സേമിയ പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. സേമിയ പാക്കറ്റ് വാങ്ങി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ പഞ്ചസാര, പിന്നെ പാൽ, രണ്ടോട്ടം പാലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന രൂപം നമുക്ക് നോക്കാം. അപ്പം ഞാൻ പായസത്തിന് സേമിയ വറുത്തെടുക്കാതെ പായസമാണ്, അപ്പോൾ അത് വറുത്തെടുക്കണം ചെറുങ്ങനെ പൊടിച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ റെസിപ്പിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എൻ്റെ റെസിപ്പിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് സേമിയ വാങ്ങി അത് പൊടിയായി വറുത്തെടുക്കണം. മിൽക്ക് മേഡൊന്നും ഇല്ലാതെ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ, റെഡിയാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു പാത്രം വെക്കാം. നമുക്ക് ഇതുപോലെ എടുക്കാം. പൊടി അരിയാട്ടാ. പണിയൊന്നുമില്ല, പെട്ടെന്ന് കൈയോടെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ലെവലെല്ലാം പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പാമോല് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും വറുത്തിയിടണം കേട്ടോ. കായട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിയും വാട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ വാട്ടിയെടുക്കണം. എന്നുവെച്ചാൽ മുന്തിരിങ്ങ വികസിച്ച് വരണം കേട്ടോ. മുന്തിരിങ്ങ വികസിച്ച് വന്നെങ്കിൽ ടേസ്റ്റ് വരും. മുന്തിരിയെല്ലാം വികസിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ എണ്ണയിലാണ് ഞാൻ സേമിയ വറുക്കുന്നത് കേട്ടോ. സെയിം എണ്ണയിലാണ് സേമിയ വറുക്കുന്നത്.
വറുത്തിട്ട് വരണം കേട്ടോ. വറുത്ത് കഴിക്കില്ല. അപ്പം ഞാൻ 2 ലിറ്റർ പാലിലാണ് ആക്കുന്നത് കേട്ടോ. അല്ല സോറി, 1 ലിറ്റർ പാലിൽ കേട്ടോ. 1 ലിറ്റർ പാലിലാണ് ആക്കുന്നത്. 2 കവർ 500 മില്ലിൻ്റെ പാലാണ്. ഇതിലേക്കാണ് തേങ്ങയും ഇതിലേക്കാണ് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഞാൻ അതിനെ പറഞ്ഞു എൻ്റെ റെസിപ്പിയാണിത്. ഇങ്ങനെ തെറ്റിക്കുറ്റങ്ങളുണ്ടെന്ന് ക്ഷമിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇതുപോലെയാണ്. അങ്ങനെ 2ാമത്തെ പാലും കൊടുക്കാം. ഇതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ആഡാക്കുന്നുണ്ട് കേട്ടോ. വെള്ളവും പഞ്ചസാരയും എടുത്തിട്ട് സെയിം ഈ പാത്രത്തിൽ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടാം കേട്ടോ. കുറച്ച് ഉപ്പും ഇടലുണ്ട് കേട്ടോ. പായസത്തിൽ കുറച്ച് ഉപ്പും ഇടാക്കലുണ്ട്. എന്നുവെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാം കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. പായസം റെഡി ആയിക്കോണമായിട്ടുണ്ട്. നല്ലോണം തിള വന്ന് കാണുന്നില്ലേ. അപ്പം അതിലേക്ക് നേരത്തെ അണ്ടിപ്പരിപ്പും ഇതിലൂടെ കേട്ടോ തണിഞ്ഞെങ്കിൽ മാത്രമേ സെറ്റാവുണ്ടത്. ഇപ്പോഴും തന്നെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് പൊത്തിയിട്ട് വെക്കാം. ഓക്കെ, അടുത്തത് ബിരിയാണി ആക്കണം. ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അരിഞ്ഞിട്ടെടുക്കണം കേട്ടോ. ബാക്കി പിന്നെ കാണാം. ഹലോ ഗേയ്സ്, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ 2ാമത്തെ മോളുടെ പിറന്നാളിനാണ്. അതിൻ്റെ ചെറിയ പരിപാടിയായിട്ടൊന്നുമില്ല. കേക്കൊന്നും മുണിക്കുന്നില്ല. പായസം ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അതിന് സേമിയ പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. സേമിയ പാക്കറ്റ് വാങ്ങി. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ പഞ്ചസാര, പിന്നെ പാൽ. 2 പാലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന രൂപം നമുക്ക് നോക്കാം. അപ്പം ഞാൻ പായസത്തിന് സേമിയ വറുത്തെടുക്കാതെ പായസമാണ്. അപ്പോൾ അത് വറുത്തെടുക്കണം ചെറുങ്ങനെ പൊടിച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ റെസിപ്പിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എൻ്റെ റെസിപ്പിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 പാക്കറ്റ് സേമിയ വാങ്ങി അത് പൊടിയായി വറുത്തെടുക്കണം. മിൽക്ക് മേഡൊന്നും ഇല്ലാതെ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ, റെഡിയാക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു പാത്രം വെക്കാം. എന്നിട്ട് ഇതുപോലെ എടുക്കാം. പൊടി അരിയാട്ടോ. പണിയൊന്നുമില്ല, പെട്ടെന്ന് കൈയോടെ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ.
ഇതേവരെല്ലാം പൊടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പാമോല് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും പുറത്തി ഇടണം കേട്ടോ. കായട്ടെ. അണ്ടിപ്പരിപ്പും മുന്തിരിയും വാട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ വാട്ടിയെടുക്കണം. എന്നുവെച്ചാൽ മുന്തിരിങ്ങ വികസിച്ച് വരണം കേട്ടോ. മുന്തിരിങ്ങ വികസിച്ച് വന്നെങ്കിൽ ടേസ്റ്റ് വരും. മുന്തിരിയെല്ലാം വികസിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ എണ്ണയിലാണ് ഞാൻ സേമിയ വറുക്കുന്നത് കേട്ടോ. സെയിം എണ്ണയിലാണ് സേമിയ വറുക്കുന്നത്. നമ്മൾ വറുത്തിട്ട് വരണം കേട്ടോ. വറുത്ത് കഴിക്കില്ല. അപ്പം ഞാൻ 2 ലിറ്റർ പാലിലാണ് ആക്കുന്നത് കേട്ടോ. അല്ല സോറി, 1 ലിറ്റർ പാലിൽ കേട്ടോ. 1 ലിറ്റർ പാലിലാണ് ആക്കുന്നത്. 2 കവർ 500 മില്ലിൻ്റെ പാലാണ്. ഇതിലേക്കന്നെ തേയിലയും ഇതിലേക്കന്നെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഞാൻ അതിനെ പറഞ്ഞ എൻ്റെ റെസിപ്പിയാണിത്. ഇങ്ങനെ തെറ്റിക്കുറ്റങ്ങളുണ്ടെന്ന് ക്ഷമിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇതുപോലെയാണ്. അങ്ങനെ 2ാമത്തെ പാലും കൊടുക്കാം. ഇതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ആഡാക്കുന്നുണ്ട് കേട്ടോ. വെള്ളവും പഞ്ചസാരയും എടുത്തിട്ട്
ഇതിലേക്ക് സെയിം ഈ പാത്രത്തിൽ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാര ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടാം കേട്ടോ. കുറച്ച് ഉപ്പും ഇടലുണ്ട് കേട്ടോ. പായസത്തിൽ കുറച്ച് ഉപ്പും ഇടാക്കലുണ്ട്. എന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാം കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. പായസം റെഡി ആയിക്കോണം വരുന്നുണ്ട്. നല്ലോണം തിള വന്ന് കാണുന്നില്ലേ. അപ്പം അതിലേക്ക് നേരത്തെ അണ്ടിപ്പരിപ്പും ഇടുന്നുണ്ട് കേട്ടോ. തണിഞ്ഞെങ്കിൽ മാത്രമേ സെറ്റാവുണ്ടത്. ഇപ്പോഴും തന്നെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് പൊത്തിയിട്ട് വെക്കാം. ഓക്കെ, അടുത്തത് ബിരിയാണി ആക്കണം. ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ബാക്കി പിന്നെ കാണാം.